ഇടയ്ക്ക് ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. കുർബാനയ്ക്ക് തുടങ്ങി കുറച്ച് സമയമായപ്പോൾ ഒരാൾ കുർബാനയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോകുന്നു. കുറച്ച് പേര് പരസ്പരം സംസാരിക്കുന്നു. ഒരാളുടെ ഫോൺ റിങ് ചെയ്യുന്നു. ഇങ്ങനെ ഒത്തിരി ഡിസ്ട്രാക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. കുർബാന ചൊല്ലുന്നതിനിടയിൽ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തു. കുർബാനയ്ക്ക് ശേഷം വികാരിച്ചൻ വളരെ ഷാർപ്പായിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പള്ളിക്കകത്ത് കയറിയാൽ ചില കാര്യങ്ങൾ നിർബന്ധപൂർവ്വം നിങ്ങൾ പാലിക്കണം. ഞാൻ കുർബാന കഴിഞ്ഞിട്ട് സാക്രിസ്റ്റി വെച്ച് അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇത്ര ഷാർപ്പായിട്ടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കണോ? കുറച്ചുകൂടെ മയപ്പെട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരെ? അപ്പോൾ അച്ഛൻ പറഞ്ഞത്, നമ്മൾ എന്തിൻ്റെ കാര്യത്തിലാണ് മയപ്പെടുന്നത്? ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്, പരിശുദ്ധ ദിവ്യബലിയാണ്, കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്. ഇത് നമുക്കിങ്ങനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും? കാരണം കൂടെയുള്ള ആരാണെന്നൊരു ബോധം വേണ്ടേ? എനിക്ക് ആ അവസാനത്തെ സെൻറ്റൻസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൂടെയുള്ള ആരാണെന്ന് ഒരു ബോധം വേണ്ടേ? ഇത് ഗോസ്പലിൽ സെയിം സിറ്റുവേഷനാണ്. യേശു തന്നെ റിവീൽ ചെയ്തുകൊണ്ട് വലിയ കാര്യങ്ങൾ പറയുകയാണ്. ഇങ്ങനെ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പോസിന് നിഷ്കളങ്കമായൊരു സംശയം. അയാൾ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചതാ, ഞങ്ങൾക്കത് മതി. യേശു ഉടനെ പറഞ്ഞു, ഫിലിപ്പോസെ, ഇത്രയും കാലം കൂടെ നടന്നിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഒരുപക്ഷെ കൂടെ നിൽക്കുന്നവനെ മനസ്സിലാക്കാതെ അവസാന നിമിഷം വരെ പോയതിൻ്റെ പരിണിത ഫലമാണ് ഈ ഓടി വിളിക്കലും ഈ തള്ളിപ്പറയലും ഒറ്റിക്കൊടുക്കലും ഒക്കെ. പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് കൂടെ നിൽക്കുന്നവനെക്കുറിച്ചുള്ള ഒരു ബോധ്യമാണ്. ആരാണ് നമ്മുടെ കൂടെയുള്ളത്? മനസ്സിലാക്കാത്തിടത്തോളം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അർത്ഥമില്ലാതെ പോകും.